ബിന്ദു ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതെ, സർക്കാർ നേരത്തെ ഒരു പാനൽ നൽകിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് വയ്ക്കാന്നുള്ളതാണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു മര്യാദ. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതായ കാര്യം. സർക്കാർ പണം കൊടുത്ത് പുലർത്തിപ്പോരുന്ന, സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന, സർക്കാരിന് മേൽനോട്ട അധികാരങ്ങളുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാർ യാതൊരു വിധത്തിലും അധികാരങ്ങളില്ലാത്ത ഒന്നാണ് എന്ന് വീണ്ടും വീണ്ടും അഭിപ്രായപ്പെടുന്നതിൽ എന്താണ് സാങ്കത്യം എന്ന് മനസ്സിലാകുന്നില്ല. വളരെ കാലങ്ങളായിട്ട് ഈ സർവകലാശാലകൾ ഉണ്ടായ കാലം മുതൽ ഗവർണർമാരാണ് അതിൻ്റെ ചാൻസലർമാരായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോഴൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളും മുൻപ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ഗവർണറുടെ കാലം മുതലാണ് ഈ തർക്ക വിതർക്കങ്ങൾ ആരംഭിക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അക്കാഡമിക മികവും യോഗ്യതകളും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഉള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത്. നമ്മുടെ സർവകലാശാലകളെല്ലാം മികവാർന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണിത്. NIRF റാങ്കിങ്ങിലും NAC അക്രഡിറ്റേഷനിലുമെല്ലാം തിളക്കമാർന്ന പ്രകടനമാണ് കേരളത്തിലെ പൊതു സർവകലാശാലകൾ കാഴ്ചവെക്കുന്നത്. A++ഉം A+ഉം എല്ലാം നേടി മുന്നോട്ട് പോകുന്ന ഈ സർവകലാശാലകളിൽ മികച്ച റിസർച്ച് ഔട്ട്പുട്ടും നമുക്ക് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനോപകാരപ്രദമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും എല്ലാം വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ സർവകലാശാലകൾ രാജ്യത്തിനകത്തും പുറത്തും ഖ്യാതി നേടുന്ന ഒരു സന്ദർഭമാണിത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോറിറ്റി സെക്ടറാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. അതിന് പര്യാപ്തമായ നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ച് വലിയ നിലയിൽ നമ്മൾ മുന്നേറുകയാണ്. മികച്ച ലാബ് കോംപ്ലക്സുകളും ലൈബ്രറികളും എല്ലാം നമ്മുടെ സർവകലാശാലകളിൽ നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവയെ ഏറ്റവും സമർത്ഥമായ നിലയിൽ നയിക്കാൻ കെൽപ്പുള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത്. അതിനു പകരം നമുക്ക് കാണാൻ കഴിയുന്നത് RSS പ്രത്യയശാസ്ത്രത്തോട് കൂറു പുലർത്തുന്നവരും വിനീത വിധേയരായവരുമായ വ്യക്തികളെ വൈസ് ചാൻസലർമാരായി നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിയമോപദേശം അനുസരിച്ച് ചെയ്യും. ഇതോടൊപ്പം തന്നെ കേരള സർവകലാശാലയിൽ വലിയൊരു ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം മുഴുവൻ തകരാറുകളും സ്ഥിതിയാക്കി വരുന്നുണ്ട്. ഈ മിനി കാപ്പൻ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? ആ കാര്യവുമായി ബന്ധപ്പെട്ടും ചാൻസലറുമായിട്ട് വളരെ ഗൗരവപൂർണമായിട്ട് തന്നെ ചർച്ച നടത്തുകയുണ്ടായി. അവിടുത്തെ വൈസ് ചാൻസലറുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയുണ്ടായി. കുട്ടികളുടെ വെൽബീയിങ് ആണ് എല്ലാവരും പ്രധാനമായി കാണേണ്ടത്. അതല്ലാതെയുള്ള അധികാര തർക്കങ്ങൾ യാതൊരു കാരണവശാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ VC ആക്കി ശിവപ്രസാദിനെ KTU VCയും ആക്കി ഉള്ള ഉത്തരവിനെതിരെ, വിജ്ഞാപനത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. RSS അനുഭാവമുള്ളവരെയാണ് ഇത്തരത്തിൽ VCമാരായി നിയമിച്ചിരിക്കുന്നത്. സർക്കാർ ഇതിനെതിരെ നീങ്ങും, നിയമപരമായ വഴി നോക്കും എന്നാണിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.